ടിക്കറ്റ് അവിടെ അവിടെ എടുത്താ. ടിക്കറ്റ് എടുക്കാനുള്ളവർക്കൊന്ന് പറയണേ. ആ, ₹1.50 ചില്ലറ തന്നൂടെ? എവിടേക്കാ? ചിറ്റാറ്റുകര. ആ, ഒന്നുകൂടെ വരൂ. ആ, കുറച്ചങ്ങോട്ട് മുമ്പിലേക്ക് ഒന്നൂടെ. ആ, അവിടെ എവിടേക്കാ? 2 പൂച്ചമാന്തിക്കര. ₹6.40. ₹1.40 ഉണ്ടാ? അത് ചില്ലറിൽ ഇഷ്ടം. ഒരു 40 പൈസെങ്കിലും ഉണ്ടാ? ഇയാളല്ലേ പറഞ്ഞത് ചില്ലറില്ലെന്ന്. ആ, ബാക്കി ഇറങ്ങുമ്പോ തരാം. അപ്പൊ അത് ഗോപിയായി ആസത്ത്. എന്താ ഒന്നുമില്ലെന്നേ. ആ, ടിക്കറ്റ് ടിക്കറ്റ്. ആ, അവിടെ ഒന്നങ്ങോട്ട് മുമ്പിലേക്ക് പോന്നേ. ആ, ടിക്കറ്റ് ടിക്കറ്റ്. 2.40. കടുവുള്ള ഞാൻ പോക്കറ്റ് അടിച്ച് വണ്ടി നിർത്തുന്നു, വണ്ടി നിർത്തുന്നു. എന്റെ പേഴ്സ് കാണുന്നില്ല. ഇത്ര നേരം എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. കണ്ടക്ടർ സാർ, കണ്ടക്ടർ സാർ, എന്താ അവിടെ? എന്താ എന്റെ പേഴ്സ് കാണുന്നില്ല. ആരും പോക്കറ്റ് അടിച്ചു. രവി, ഒരാളെയും പുറത്തു വിടരുത്. ദേ, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ. ആർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പേഴ്സ് താഴെ ഇട്ടോളണം. ഞാൻ എടുത്തു കൊടുത്തോളാം. ആശാനെ, കാശ് എടുത്തിട്ട് കാലിപ്പേഴ്സ് ഇട്ടാലും മതിയോ? നിങ്ങളുടെ ചിരിയൊക്കെ ഇപ്പൊ നിക്കും. ഇത് ഏത് സ്റ്റേഷൻ അതിർത്തിയാണെന്ന് അറിയാലോ? ഈസ്റ്റ് പോലീസ് സ്റ്റേഷനാ. ആ, അവിടുത്തെ SI പൊന്നപ്പനെ കുറിച്ച് നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ആ, ഒരു കാര്യം ചെയ്യാം. ഞാൻ 1 മുതൽ 10 വരെ എണ്ണും. അതിനുള്ളിൽ പേഴ്സ് താഴെ ഇട്ടേക്കണം. 1, 2, 3, 4, 5, 6, 7. SI പൊന്നപ്പന്റെ മുട്ടുകൈ നടുവിന് പൂന്ത് വിളയാടും. ഇപ്പൊ വിളിപ്പിക്കും. വെയിറ്റ് ചെയ്യ്. ഞാൻ ഇന്നലെ വന്നു പോയതേ ഉള്ളേ. ഞാൻ മിനിഞ്ഞാന്ന് വന്നതാ. സാർ, ഒരു ബസ് നിറച്ച് പോക്കറ്റ് അടിക്കാൻ വന്നിരിക്കുന്നു. ബസ് നിറച്ച് പോക്കറ്റ് അടിക്കാൻ അല്ല സാർ, ഒരു ബസ് നിറച്ച് ആൾക്കാർ ആരുടെയോ പോക്കറ്റ് അടിച്ചെന്ന് പറഞ്ഞു. സെബാസ്റ്റ്യ, 15 ആയിട്ടുള്ളൂ. കുറിച്ച് വെച്ചു, എന്നെ ഓർമ്മപ്പെടുത്തണം. അല്ല, എല്ലാരും ഉണ്ടല്ലോ. ഒരു വഴിക്ക് വന്നതല്ല, അതുകൊണ്ട് എല്ലാരും കൂടി. ശരി, ഇതിന് ആരെയാ കൊണ്ടുപോണ്ടേ? ഇന്ന് ദൈവനാണ് നമ്മുടെ കരിമണവാളൻ. സാർ, എന്റെ പേഴ്സാണ്. മണവാളൻ പാറ, ഇവനൊരു കരിമാടൻ പാറ. ഇതാണ് സാർ പോക്കറ്റ് അടിക്കാരൻ. എന്റെ പോക്കറ്റാണ് അടിച്ചത്. സ്വന്തം പോക്കറ്റിൽ സ്വന്തം പേഴ്സ് അടിക്കാൻ നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ? സാർ, ഇയാളെ പോക്കറ്റിൽ നിന്ന് ആരാണ്ട് അടിച്ചു. പുറത്തെല്ലാരും നിപ്പുണ്ട്. നമ്മുടെ സ്ഥിരം പുള്ളികൾ വിളിച്ചോണ്ട് വാടോ. ഇയാളല്ല സാർ പ്രതി. എങ്കിലും കൈ പൊക്കി പോയതല്ലേ ഒരെണ്ണം. ധൈര്യമായിട്ട് ചെല്ലങ്ങോട്ട്. ആ, പക്കിയോ? എവിടെടാ പേഴ്സ്? ആ, അവിടെ പറയില്ലേ. ഓ, വനിത, പോ. ഇങ്ങോട്ട് വാടാ. അപ്പോ അടുത്ത ആളാരാടാ? കേറി വാടാ. പരിശോധിക്കട്ടെ. വരുന്നോ? അയ്യോ, പേഴ്സ് എന്റെ ബാഗില്. ഇതെങ്ങനെ വന്നു സാർ? സെബാസ്റ്റ്യ, എണ്ണിക്കോ. 1, 2, 3, 4, 5, 6. ഞാൻ കളയേ. വേല ഇറക്കരുതേ. ഈ പേഴ്സിലിരുന്ന പൈസ എവിടെ? സത്യമായിട്ട് അത് കാശുണ്ടായിരുന്നില്ല. ഓഫ് സീസൺ അല്ലേ റാണി, മനുഷ്യന്മാരുടെ കയ്യിൽ 5 പൈസ കാണില്ല. എന്തിനാടാ ചെരക്കാനാണെന്നും പറഞ്ഞ് നടക്കുന്നത്? നല്ല പോക്കറ്റ് അടിക്കാരൻ ഒരിക്കലും കാശില്ലാത്ത പോക്കറ്റ് അടിക്കില്ല. ആദ്യം നമ്മൾ നോക്കേണ്ടത് പോക്കറ്റ് അടിക്കാൻ പോകുന്ന ആളുടെ ഗെറ്റപ്പാണ്. ആള് പുതുപ്പണക്കാരനാണോ? ആണെങ്കിൽ പേഴ്സ് നിറയെ കാശ് കാണും. ഇനി പുതുപ്പണക്കാരനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയും? വില കൂടിയ ഷർട്ടും കയ്യിൽ ബ്രേസ്ലെറ്റും ചുറ്റും കുമുകുമാ സെന്റും മണവും കാണും. പക്ഷെ ചെരുപ്പ് വില കുറഞ്ഞതായിരിക്കും. മനസ്സിലായോടാ നിനക്കൊക്കെ? ഓ, എന്റെ അച്ഛാ, ഇത് എത്രാമത്തെ പ്രാവശ്യം ഞങ്ങൾ ഇത് കേൾക്കണത്? അച്ഛാ, ഞാൻ പോക്കറ്റ് അടിച്ച കാലമൊന്നും അല്ല ഇത്. ഇപ്പൊ പോക്കറ്റ് അടി അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ആ, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ. കഴിഞ്ഞ ശനിയാഴ്ച നോക്കിയ കണക്കില് ഒരു പെശകുണ്ട്. പക്കി എന്നോട് വാങ്ങിയത് 80 രൂപയല്ല, 120 രൂപയാ. എനിക്കിവിടെ ഭയങ്കര സംശയമുണ്ട്. കുറച്ച് കാലമായിട്ട് കണക്കിൽ തരികട കാണിക്കുന്നുണ്ട്. എനിക്കും തോന്നാകില്ല. ഇതോടെ നിർത്തി. ബുക്ക്. ഹലോ ഹലോ. മാത്യു ഉണ്ടോ? അയ്യോ, മത്തി കടപ്പുറത്ത് കിട്ടില്ലോ. മാത്യു. ആ, മാത്യോ. സോറി, മാത്തി 15 മിനിറ്റ് മുമ്പ് മരിച്ചുപോയി.
വെള്ളത്തിലായതുകൊണ്ട് കുളിപ്പിക്കേണ്ടി വന്നില്ല. സോറി, എല്ലാം പെട്ടെന്നായിരുന്നു. അളിയൻ വന്നത് പെങ്ങളെ കൊണ്ടുപോയതും. എന്റെ പേരെന്താണോ? എന്റെ പേരോ? എന്റെ പേര് പ്യാച്ചിയാണ്. വെക്കട പിശാച്. ഇതിന്റെ പേരറിയില്ലേ? ഇതാണ് XLR, കൊളാബറേഷൻ എന്ന് പറയും. തെണ്ടി, ഇതാരെ താങ്ങിയത്? വെരി ഗുഡ്. ഇതിപ്പോ കംപ്ലീറ്റ് കള്ളന്മാരായില്ല, അതുകൊണ്ട് ഇതിന്റെ വില പോയി. ഹലോ, ഹലോ, ഞാൻ പ്യാച്ച. ഇതേത് സ്ഥലം? പോലീസ് സ്റ്റേഷനാണോ? പോലീസ് സ്റ്റേഷനാ?